വാരണാസി ആരതി കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് റൂമിലേക്ക് വേഗം നടന്നു പോവാന്ന് വിചാരിച്ച് റൂട്ടിലേക്ക് ഇറങ്ങിയപ്പോ കണ്ട തിരക്ക് കണ്ടിട്ട് ഞാൻ പോലും ഞെട്ടി, എന്റെ കണ്ണൊക്കെ പുറത്ത് ചാടിട്ടോ ഗൈസ്. വാരണാസി എന്ന് പറയുന്ന സിറ്റി എല്ലാ രീതിയിലും മുന്നിലാണ്. അവിടുത്തെ ഫുഡും പറഞ്ഞ് കേട്ട് ഞാനും ഏട്ടനും ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ 3 ദിവസം കൊണ്ട് ഈ ഫുഡ് ഐറ്റംസ് എല്ലാം വയറ് നിറയെ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. ഫസ്റ്റ് നമ്മൾ 4 ടോക്കനൊക്കെ എടുത്തു. ലസ്സി, പാനിപൂരി, ഒരു ടൊമാറ്റോ ചാട്ട്, പിന്നെ രാജ് കച്ചോരി ചാട്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് നമുക്ക് പാനിപൂരി കിട്ടി. അതിന് നമുക്ക് മറ്റേ മല്ലിയുടെ വെള്ളം ഉണ്ടല്ലോ, പച്ചവെള്ളം. എനിക്ക് മറ്റേ പുളിയുടെ ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അത് കുഴപ്പമില്ല, 50-50 കൊടുക്കാന്നാണ് ഏട്ടൻ പറഞ്ഞത്. പിന്നെ നമ്മള് രാജ് കച്ചോരി ചാട്ട് വന്നു. അതിന്റെ ഇടയിൽ കൂടെ ഏട്ടൻ ഏതോ ഒരു കൊച്ചിനെ വളച്ചിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അവന് പിന്നെ ഹിന്ദിയൊക്കെ അറിയാലോ. പിന്നെ ഏട്ടൻ അച്ഛന് കൊടുക്കുന്നു, അമ്മയ്ക്ക് കൊടുക്കുന്നു. ഇത് നമ്മള് ഇവിടെ വീട്ടില് ചെറുപ്പം തൊട്ടേ ശീലിച്ചിട്ടുള്ള ഒരു ശീലാട്ടോ. ചില ആളുകള് അച്ഛനും അമ്മയ്ക്കും ഉമ്മയൊന്നും കൊടുക്കാറൊന്നുമില്ല. പക്ഷെ ഞാനും എന്റെ ഏട്ടനൊക്കെ ചെറുപ്പം തൊട്ടേ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ശീലിച്ചു വന്നിട്ടുള്ളത്. അതെന്താണെന്നറിയില്ല, ചിലവരോട് പറയുമ്പോൾ അയ്യോ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കേ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമ്മള് ടൊമാറ്റോ ചാട്ട് കഴിച്ചു. അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ലസ്സി ആയിരുന്നു. ആ ഒരു തണുത്ത ഒരു ക്ലൈമറ്റില് ആ ഒരു തണുത്ത കട്ടിയുള്ള ഒരു മധുരം പുളിയുള്ള ആ ഒരു ലസ്സി ഇങ്ങനെ കടിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. ഞാനും അച്ഛനും ഏട്ടനും നമ്മൾ ഒന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കുറച്ചുള്ളൂ. ഞാനാണെങ്കിൽ അമ്മത് പോരുമ്പോ അങ്ങോട്ട് തിരിഞ്ഞൊക്കെ നിൽക്കണ്ടായിരുന്നു, എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അച്ഛനും ഏട്ടനും ഞാൻ തന്നെ വാരി കൊടുത്തിട്ട്, സ്നേഹക്കൂടുതലുകൊണ്ടല്ല, എന്താ വെച്ചാൽ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേക്ക് കഴിക്കാലോ. നല്ല രസമായിരുന്നു. പക്ഷെ തൊണ്ട ചെറുതായിട്ട് വേദനിക്കുന്നുണ്ടോ ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലസ്സി എനിക്ക് ഇതാട്ടോ.